ഹൗസ് ബോട്ടും കയാക്കിങ്ങും ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട് കൊല്ലം ജില്ലയിലും. മൺട്രോത്തുരുത്ത്, സാമ്പ്രാണിക്കുടി എന്നിവിടങ്ങളിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതരും പറയുന്നുണ്ട്. നമുക്ക് കുരീപ്പുഴയിലേക്ക് പോകാം. ദിലീപ് ദേവസ്യയുണ്ട്. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ഒരുപാട് യാത്ര ചെയ്യാനും വിനോദസഞ്ചാരത്തിനും ഒക്കെ ആഗ്രഹിക്കുന്നയാളാണ് ദിലീപ്. പക്ഷേ റിപ്പോർട്ടറിൽ വന്നതിന് ശേഷം അതിനൊന്നും കഴിയുന്നില്ല എന്ന പരാതി ഇപ്പോൾ പറയുമെന്ന് എനിക്കറിയാം. എങ്കിലും കൊല്ലത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് ദിലീപ് പോയി നോക്കിയിടത്തോളം? സുജിയ, ഒന്നും വേണ്ട, ഞാൻ തിരിഞ്ഞു നിന്നാൽ എൻ്റെ പിന്നാമ്പുറത്ത് കാണുന്ന അഷ്ടമുടിക്കായലാണ്. ഈ അഷ്ടമുടിക്കായലിലൂടെ ഹൗസ് ബോട്ടിലും വള്ളത്തിലും കയാക്കിംഗ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി നിരവധി വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് കൊല്ലത്തേക്ക് എത്തുന്നത്. കൊല്ലത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൺട്രോത്തുരുത്തുണ്ട്, സാമ്പ്രാണിക്കൊടിയുണ്ട്, അങ്ങനെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് തന്നെ റിസോർട്ടെല്ലാം തന്നെ. എൻ്റെ പിന്നിൽ തന്നെ കാണുന്നത് ഒരു ഹട്ട് കാണിച്ചു തരാം. ഈ ഹട്ടിൽ ഇത്തരം ഹട്ടുകൾ റിസോർട്ടിൽ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കാണിക്കാവുന്ന പെരും മഴയാണ് കൊല്ലത്ത്. അത്ര മനോഹരമായ നിൽക്കുന്ന സ്ഥലത്ത് ഒരു മഴ പ്രത്യേക വൈബാണ്. ഈ വൈബ് ആസ്വദിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. നമ്മളോടൊപ്പം റിസോർട്ട് ഓണർമാരും ചേരുന്നുണ്ട്. ഒരു റിസോർട്ട് ഓണർ ചേട്ടാ, എങ്ങനെയാണ് കൊല്ലത്തെ സുരക്ഷിതത്വം ഈ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ? നമ്മുടെ കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലം ടൂറിസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കായൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കായൽ ടൂറിസം മേഖലയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാമ്പ്രാണിക്കൊടി, കൊല്ലം അഷ്ടമുടി, ഹൗസ് ബോട്ട് യാത്രകൾ, മൺട്രോത്തുരുത്ത്, ഇങ്ങനെ ഒത്തിരിയേറെ വൈവിധ്യമാർന്ന അഷ്ടമുടി കായലിൻ്റെ ഭംഗി നുകരുവാൻ വേണ്ടി ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കൊല്ലം അഷ്ടമുടി കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഏറ്റവും അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരുന്ന ഇപ്പം തന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള സമയം 2-3 മാസത്തോളം അതിശക്തമായ മഴ ആസ്വദിക്കാൻ പോലും ആളുകൾ തീർച്ചയായിട്ടും മൺസൂൺ ടൂറിസം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. മഴ ആസ്വദിക്കാൻ വേണ്ടി കായൽ യാത്ര നുകരുവാൻ വേണ്ടിയിട്ട് ഒത്തിരി വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. ഈ കയാക്കിംഗ് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ കയറുന്നത് എങ്ങനെയാ? അതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെയാണ്? കയാക്കിംഗ് പൊതുവെ മുതിർന്നവർക്ക് ആണ് കൂടുതലും ആസ്വദിക്കാറുള്ളത്. എങ്കിലും പേരൻസിൻ്റെ കൂടെ മുതിർന്നവരോട്ട് വരുന്ന 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ വരെ ചെയ്യാറുണ്ട്. എങ്കിലും ഓക്കെ സുജിയ, ഇതാണ് കൊല്ലത്തെ ടൂറിസത്തെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ മഴയത്തും കൊല്ലത്തിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാൻ, അഷ്ടമുടിക്കായലിൻ്റെ ഭംഗി കാണേണ്ടതാണ്. സുജിയ, ഈ സമയത്ത് പോലും ഹൗസ് ബോട്ടിലും ബോട്ടിങ്ങിനും മഴയത്ത് പോകാൻ പോലും ആളുകളുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസമെങ്കിലും കൊല്ലത്തെ അഷ്ടമുടിക്കായലിലൂടെ ബോട്ട് യാത്ര നടത്തേണ്ടത് ഏത് മലയാളിയും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ആണ് എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. സുജിയ, ഓക്കെ ദിലീപ്, അപ്പോൾ മഴയുടെ വൈബൊക്കെ ഒന്ന് പിടിച്ച് നല്ല ഒരു ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചോളൂ. അപ്പോൾ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിഥികളെ വരവേൽക്കാനായി തയ്യാറായി നിൽക്കുന്ന സംസ്കാരമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റേത്. അപ്പോൾ അതിനായി കേന്ദ്രങ്ങളെല്ലാം തയ്യാറായിരിക്കുകയാണ്. മൺസൂൺ ടൂറിസത്തെ കുറിച്ച് പറഞ്ഞില്ല, ഇപ്പോൾ മഴ നേരത്തെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മഴയത്ത് ഒന്ന് വിനോദസഞ്ചാരത്തിന് പോയി നോക്കൂ, അത് മറ്റൊരു വൈബാണ്.